അപ്പൊ ഞങ്ങൾ കഥകളി കാണാൻ പോകണം. എന്റെ കൊച്ചുനാളെ തൊട്ടുള്ള ആഗ്രഹമാണ് കഥകളി കാണുക എന്നുള്ളത്. ഇന്ന് ഞങ്ങള് സാക്ഷാത്കരിക്കാൻ പോവാണ്. ഞങ്ങളെല്ലാരും കഥകളി എൻജോയ് ചെയ്യാൻ വേണ്ടി കഥകളി എന്തുവാണെന്ന് അതിന്റെ ഐതിഹ്യം എന്താണെന്ന് മനസ്സിലാക്കണം. അതേപോലെ അത് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വ്യക്തത. രണ്ട് ചിക്സ് വന്നു. അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ ചെന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ഈ സാധനം അനുഷ്ഠാനങ്ങൾ അല്ലാത്ത കാലത്ത് പണ്ട് പൊങ്കാല നടക്കുന്ന സമയത്തായിരുന്നു നമുക്ക് ഇത് കഥകളി ഉള്ളത്. അപ്പൊ ഈ വെളുപ്പാങ്കാലം തന്നെ കാണാൻ പോകും. പൊങ്കാലയ്ക്ക് പോകുമ്പോൾ അളിയനെ പോയിട്ടുണ്ട്. നമ്മളെ കൊച്ചൂരായിട്ടെല്ലാം കൊണ്ടുപോകത്തില്ലായിരുന്നു. അന്നേ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഇതുണ്ടായിരുന്നു. കൊച്ചു പിള്ളേരെ കൊണ്ടുപോയായിരുന്നു. എന്ത് വൃത്തിയേട്ടന്മാരായിരുന്നല്ലേ. അപ്പം വളർന്നപ്പം കാണാൻ പോവാന്ന് പറയപ്പം വളർന്ന് നമുക്കങ്ങനെ സ്വന്തമായിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രായം എത്തിയപ്പോ കൂടെ കാണാൻ വരാൻ ആരില്ല. കാരണം കഥകളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. എനിക്ക് അങ്ങനെ കാഴ്ചപ്പാടൊന്നുമില്ല. കഥ അറിയത്തില്ല. കഥ അറിയാതാ നമ്മൾ അവിടെ ചെല്ലുമ്പോ നമുക്ക് ഏതെങ്കിലും ഒരു പോഷൻ വെച്ച് നമുക്ക് മനസ്സിലാവുമല്ലോ അത് ഏത് ഭാഗത്തിൽ നിന്ന് എടുത്താണെന്നുള്ളത്. മനസ്സിലാക്കാം. അത് നമ്മള് പോയി കഥ അറിയാതെ ആട്ടം കാണാൻ. അതെ, പോലീസുകാരുണ്ട് ഇവിടെ കാണാൻ. കഥകളി കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെ ചായയും പിന്നെ കഴിക്കാൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പതുക്കെ കഴിഞ്ഞ് പോരുന്നു. പൊങ്കാല കാണാൻ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും നേരത്തെ എഴുന്നേക്കാത്തതുകൊണ്ട് അതിന് പറ്റിയില്ല. പിന്നെ പോയത് ഉത്സവത്തിനായിരുന്നു. ഞാൻ, കിരണളിയൻ, നന്ദു, അർണളിയൻ ഞങ്ങളവരുടെ പോയി. അത് കുറേ താമസമാണ് പോയത്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ബ്ലോക്ക് ആയിരിക്കും. വണ്ടിക്കകത്ത് കുറച്ച് പോയിട്ട് പിന്നെ വണ്ടി ഒരിടത്ത് വെച്ചിട്ട് നടന്നാണ് പോയത്. ഇപ്പോൾ കുറേ ഈ രീതിയിലുള്ള പ്ലോട്ടുണ്ട്. അതായത് ഈ മനുഷ്യരൊക്കെ ഇന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ വേഷം, ദേവിയുടെ ദേവന്മാരൊക്കെ വേഷം കിട്ടിയിട്ടിങ്ങനെ കുറേ ഉണ്ടായിരുന്നു. കുറേ അമ്പലത്തിൽ ഞാൻ ഇപ്പോൾ കണ്ടത്. ഈ കാണുന്ന പന്തലാണ് ദേവിയെ കൊണ്ടിരുത്തുന്നത്. അതായത് ഇതെല്ലാം കാണാനായിട്ട് ഈ ഫ്ലോട്ടും അതൊക്കെ കാണാൻ വേണ്ടി. അതിനിടയ്ക്ക് ഗാനമേളയും തുടങ്ങി. പരിപാടി ഇവിടെ ഫ്ലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് അവിടെ പരിപാടി തുടങ്ങി. പിന്നെ നന്ദുവിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൊച്ചുണ്ടായിരുന്നു. അതിനെ കർണളിയും പോയി എടുത്ത് പിന്നെ അതിനായിട്ട് ഡാൻസൊക്കെ കളിയായിരുന്നു ഞങ്ങൾ. ഈ കുഞ്ഞിൻ്റെ ധൈര്യം ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒരിക്കലും ഈ ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. കാരണം ഇങ്ങനെ കയറി ഒന്ന് ഡാൻസിൽ. കാരണം ഒന്നാമത് ഉത്സവം ഉള്ള റിലേറ്റീവ്സും എല്ലാവരുടെയും റിലേറ്റീവ്സും എല്ലാം വരെ സമയമാണ്. എല്ലാവരുടെ മുമ്പിൽ പോയി ഇങ്ങനെ ഡാൻസ് കളിക്കുക എന്ന് പറയാൻ ഇപ്പോഴും ഇങ്ങനെ കയറി കളിക്കേണ്ട പേടിയാണ്. പേടിയെന്നല്ല, ഒന്നര നെഞ്ചിടിപ്പ് തുടങ്ങാൻ നമുക്ക്. ഗാനമേള എന്ന് പറഞ്ഞാൽ ആസ്വദിക്കാൻ പറ്റണം. ഞങ്ങളല്ല ഇത് ആസ്വാദനം ഭയങ്കര കുറവായിരുന്നു. അതേപോലെ തന്നെ പാട്ടിന് മറ്റേ ഫുള്ള ഒരു മൂടില്ല. എല്ലാവരും എനിക്കൊന്നും ഇല്ലാതെ പറഞ്ഞു പാടുന്ന പോലെ. പാട്ടുകാരാകുമ്പോ ഒരു ഫുൾ ക്രൗഡിനെ കയ്യിലെടുക്കണ്ടേ. ഇതപ്പോ പാട്ട് കൊള്ളത്തില്ല. ഒരു ഇതില്ല. അവരെങ്ങനെയുള്ള പാട്ട് പാടണമെന്നായിരുന്നു അതിന്റെ ആഗ്രഹം. പാട്ട് പാടിയാലും നല്ലൊരു പണി കിട്ടിയായിരുന്നു. നല്ലൊരു പണി നോക്കിയാൽ പാട്ട് കൊള്ളത്തില്ലായിരുന്നു. കൊള്ളത്തില്ല. എനിക്ക് യാതൊരു രീതിയിലും ഇല്ല. ഒന്നോ രണ്ടോ പാട്ടാണ് കൊള്ളാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. അതുകൊണ്ട് മാത്രമല്ല അവന് ആർക്ക് എൽഡർ വണ്ണാണ്.
അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. എല്ലാ ദിവസവും മാറ്റുവാണല്ലോ. അല്ലല്ല, ഇത് ഞാൻ ചൊവ്വാഴ്ച പോയി ജോയിൻ ചെയ്യും. കുരുത്തക്കേട് കൂടുന്നുണ്ട്. ഓക്കെ ഓക്കെ. അല്ലാണ്ട് കൂടുന്നുണ്ട്. എത്തിപ്പോയി ഈ ചെറിയ ക്രിഞ്ച് വൈ അറിയില്ല എന്താണ് നമ്മളെ 100 പേര് നിൽക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോഴും നമ്മൾ ബാക്കിയുള്ളവരെ ആരും ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മുടെ അതിൽ ശ്രദ്ധിക്കുന്നു. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തല്ലേ ഉള്ളൂ. നമ്മളെന്താ ക്യാമറ ഉള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ അളി തിരിഞ്ഞോ ഇങ്ങോട്ട് പോയിട്ട്. അപ്പൊ നമ്മള് എന്തിനാണ് നമ്മളിങ്ങനെ ബാക്കിയുള്ളവരെ നമ്മളൊക്കെ നോക്കി സംസാരിക്കാൻ പറ്റുന്ന പോലെ തന്നെ ബാക്കിയുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന പോലെ തന്നെ സിമ്പിൾ. അല്ല ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്കറിയാം പണ്ടേ കാണാൻ അതെന്താണ് കേട്ടല്ലേ ഭയങ്കര ആക്ച്വലില്ലേ ഉത്സവങ്ങളെ പറ്റിയല്ലേ എന്താണ് പറയാം? ഉത്സവങ്ങൾ നല്ലതാ, പക്ഷെ ഈ റോഡ് ബ്ലോക്ക് ചെയ്തുള്ള അഹങ്കാരം കാണിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമല്ല. ഒറ്റ ദിവസത്തേക്ക് അതായത് രാഷ്ട്രീയ പ്രവർത്തകരാക്കി ഇതിനെക്കാട്ടി പോക്കുന്ന ഏത് പരിപാടിയാണെങ്കിലും ഇപ്പം രാഷ്ട്രീയക്കാരുടെ ആണെങ്കിലും നമ്മളാ ബ്ലോക്ക് പെട്ടു ബ്ലോക്ക് അല്ല ഉദ്ദേശം. ഉത്സവം എന്ന് പറയുന്നൊരു ആചാരാനുഷ്ഠാനങ്ങൾ അത് അവർക്ക് വേണേ അമ്പലത്തിൽ കിടന്നാ കാളെ കെട്ടുന്നവർക്ക് അമ്പലത്തിൽ കെട്ടിയിട്ട് വേണേ അവിടെ കിട്ടാണ്ട് കറക്കി വേണേ ഈ സാധനം കൈൻഡ് ഓഫ് ഒരു മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഇതിന്റെ കീഴിൽ വരുന്നുണ്ട്. ആൾക്കാരെ എല്ലാം ഇങ്ങനെ ഇതാക്കാൻ വേണ്ടി നോക്കുന്നതാണ്. ഏതൊക്കെ അത് നമുക്ക് വ്യക്തമാക്കാൻ പറ്റത്തില്ല. എലിമിനാലിറ്റിയിലുള്ള എന്താ കണ്ണൻ ചെയ്യും പൃഥ്വിരാജെണ്ണം വിളിക്കും. രാജെണ്ണം വിളിക്കും. രാജെണ്ണ സീന രായപ്പണ്ണ രാജെണ്ണ ഏതാ രായപ്പനെ വിളിക്കണമല്ലോ. അവനുണ്ടല്ലോ അതിന്റെ മോളിൽ ഇരിക്കുന്നുണ്ട്. അതിന്റെ മോളിൽ ഇരിക്കുന്നുണ്ട്. ഇവന്റെ പറഞ്ഞോണ്ടായിരുന്നു ഡീജെ അതിന്റെ മോളുണ്ടായിരുന്നു. അപ്പോൾ അത്ര ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ്. ബൈ ബൈ ഗൈസ്.